ഇപ്പോൾ വരുന്ന വാർത്തയിലേക്ക്. ഛത്തീസ്ഗഡ് റായ്പൂർ വിമാനത്താവളത്തിൽ മലയാളികൾ അടക്കമുള്ള യാത്രക്കാർ കുടുങ്ങി. റൺവേയിലെ സാങ്കേതിക തകരാറാണ് വിമാനങ്ങൾ വൈകാൻ കാരണമെന്നാണ് അധികൃതർ പറയുന്നത്. 7 മണി മുതൽ വിമാനങ്ങളൊന്നും പുറപ്പെട്ടിട്ടില്ല എന്ന് യാത്രക്കാർ പരാതിപ്പെടുന്നു. അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. അച്യുതൻ, റൺവേയിലെ പ്രശ്നമാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റ് വിമാന സർവീസുകളൊന്നും നടന്നിട്ടില്ല എന്ന് തന്നെയല്ലേ? അപ്പോൾ എന്താണ് യാത്രക്കാർ പറയുന്നത്? നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? പ്രവീത, തീർച്ചയായിട്ടും വീണ്ടും യാത്രാ ദുരിതത്തിൽപ്പെട്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് വിമാന യാത്രികർ. ഈ ഛത്തീസ്ഗഡ് റായ്പൂരിലാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു സ്ഥിതി ഉണ്ടായിരിക്കുന്നത്. മണിക്കൂറുകളായി യാത്രക്കാർ ഇപ്പോൾ വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. 7 മണിയോടെ ഒരു വിമാനവും ആ എയർപോർട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടില്ല എന്നാണ് യാത്രക്കാർ ആരോപിക്കുന്നത്. കുടുങ്ങിക്കിടക്കുന്ന യാത്രക്കാരിൽ മലയാളികളുമുണ്ട്. പ്രത്യേകിച്ച് റായ്പൂരിൽ നിന്നും മുംബൈയിലേക്കുള്ള വിമാനങ്ങൾ, മറ്റു ഇടങ്ങളിലേക്കുള്ള വിമാനങ്ങളടക്കം ഇതുവരെയും പുറപ്പെട്ടിട്ടില്ല. എന്നാൽ ഈ യാത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്ന മെസ്സേജ് ഇത് ഈ റൺവേയിലെ ചില സാങ്കേതിക തകരാറാണ് ഈ പുറപ്പെടാൻ വൈകുന്നത് എന്ന് കാണിച്ചാണ് ഈ മെസ്സേജ്, ഒരു സന്ദേശം അവർക്ക് ലഭിച്ചിരിക്കുന്നത്. പക്ഷേ ആ സമയം പോലും മണിക്കൂറുകൾ പിന്നിടുമ്പോൾ നീണ്ടു പോകുന്ന ഒരു അവസ്ഥയാണ്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളുമായി ബന്ധപ്പെട്ട യാത്രക്കാർ പറഞ്ഞത് രാത്രി 12 മണിക്ക് പുറപ്പെടുമെന്ന് ആദ്യ സന്ദേശം ലഭിച്ചു. പിന്നീട് അത് 2 മണിക്ക് തുടരുക. ഇപ്പോൾ കൃഷ്ണകുമാർ എന്നൊരു യാത്രക്കാരൻ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ കൃഷ്ണകുമാർ, എത്ര നേരമായി താങ്കൾ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്? എന്താണ് അധികൃതർ പറയുന്നത്? നമസ്കാരം. ഞാനിവിടെ എന്റെ ഫ്ലൈറ്റ് 9:15-നാണ്. ഞാനിവിടെ 7 മണിയോട്ട് ഇവിടെ വെയിറ്റ് ചെയ്യണം. ആ സമയം തൊട്ട് ഇവിടുന്ന് ഒരു ഫ്ലൈറ്റും ടേക്ക് ഓഫ് ചെയ്യുന്നില്ല. ഇവര് ഓരോ പ്രാവശ്യവും 2-3 മണിക്കൂർ ഡിലേ നോട്ടിഫിക്കേഷൻ വരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഡിലേ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഫ്ലൈറ്റും ടേക്ക് ഓഫ് ചെയ്യുന്നില്ല. ഇൻഡിഗോയും എയർ ഇന്ത്യ ഒരു ഫ്ലൈറ്റ് കൂടെ ടേക്ക് ഓഫ് ചെയ്യുന്നില്ല. എല്ലാവരും ഇവിടെ സ്റ്റക്കായി കിടക്കും. അപ്പോൾ ഈ യാത്രക്കാർ കൂടുതലായിട്ട് ഈ എയർപോർട്ടിലേക്ക് എത്തുന്നുണ്ടാകുമല്ലോ, വലിയ തിരക്കുണ്ടാകുമല്ലോ എയർപോർട്ടിൽ? അതെ. ഇത് ഇവിടെ ഛത്തീസ്ഗഡിന്റെ ക്യാപിറ്റൽ സിറ്റിയാണ് റായ്പൂർ. വളരെ പരിതാപകരമായ സ്ഥിതിയാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, താങ്കളോടൊപ്പം മറ്റാരെങ്കിലും ഉണ്ടോ? മലയാളികളായ ആരെങ്കിലും ഉണ്ടോ? മലയാളികള് ആരും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഒരുപാട് ആൾക്കാർ, ഇന്റർവ്യൂവിന് പോകേണ്ട ആൾക്കാർ, അങ്ങനെ പലരും ഇവിടെ ബുദ്ധിമുട്ടായിട്ട് ഇവിടെ എല്ലാവരുമായിട്ട് കയർത്ത് സംസാരിക്കുകയാണ്. ഇത് എപ്പോഴായിരിക്കും പരിഹരിക്കപ്പെടുക എന്ന് പറയുന്നുണ്ടോ? പരിഹരിക്കപ്പെടുക എന്നുള്ളതിന്റെ ഒരു ഇൻഫർമേഷൻ ആരും തരുന്നില്ല. കാരണം വെച്ചാൽ എയർലൈൻസുകാർ, എയർ ഇന്ത്യക്കാരും ഇൻഡിഗോക്കാരും പലരും പരസ്പര വിരുദ്ധമായിട്ടുള്ള റിപ്ലൈ ആണ് തരുന്നത്. അതിനിടയിൽ CISF വന്നിട്ട് വേറെ റിപ്ലൈ തരുന്നു. പിന്നെ എയർപോർട്ട് അതോറിറ്റിന്റെ ആരും ഇവിടെ വന്നിട്ട് നമുക്ക് ഇതിന്റെ ആക്ച്വൽ റീസൺ പറഞ്ഞു തരുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണമൊക്കെ ലഭിക്കേണ്ടതല്ലേ? ഇതിപ്പോൾ ഒരു എയർലൈൻസിന്റെ ചുമതല അല്ലാത്തത് കൊണ്ട് അങ്ങനത്തെ നടപടികളിലേക്കൊന്നും കടക്കുന്നതായി കാണാൻ സാധിക്കുന്നുണ്ടോ? ഇന്ന് ഇതുവരെ പലരും ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ഹോട്ടൽ അക്കോമഡേഷൻ കൊടുക്കേണ്ടതുകൊണ്ട് ഇവർ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യുന്നില്ല. ഡിലേ നോട്ടിഫിക്കേഷൻ വരുമെന്ന്. അതുകൊണ്ട് ഹോട്ടൽ അക്കോമഡേഷനോ അങ്ങനെ വേറൊരു ഫെസിലിറ്റീസ് ഇവർ ഇതുവരെ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ശരി, വളരെയധികം നന്ദി 24-നോട് കാര്യങ്ങൾ പങ്കുവച്ചതിന്. കൃഷ്ണകുമാർ എന്ന യാത്രക്കാരനാണ് റായ്പൂരിൽ നിന്ന് അവിടുത്തെ സാഹചര്യം വിശദീകരിച്ചത്. അച്യുതനിലേക്ക് പോവുകയാണ്. അച്യുതൻ, ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് അധികൃതർ പറയുന്നത്? കൂടുതൽ വിശദീകരണം വരുന്നുണ്ടോ? പ്രവിധ യാത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്ന ആകെ ഒരു സന്ദേശം എന്നുള്ളത് ഈ റൺവേയിലെ സാങ്കേതിക തകരാറ് മൂലമാണ് ഈ വിമാനങ്ങൾ പുറപ്പെടാൻ വൈകുന്നു എന്നതാണ്. അതിനപ്പുറത്തേക്ക് ഇത് എപ്പോൾ പുറപ്പെടും, അല്ലെങ്കിൽ ഈ പ്രശ്നം എപ്പോൾ പരിഹരിക്കപ്പെടും എന്നത് സംബന്ധിച്ച ഒരു വ്യക്തതയും അധികൃതരുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടില്ല. മറിച്ച് ഈ നേരത്തെ പറഞ്ഞ സമയങ്ങളിൽ നിന്ന് ആ സമയം വൈകി പോകുന്ന ഒരവസ്ഥയിലുള്ളത്. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വൃദ്ധരുൾപ്പെടെയുള്ള ആളുകൾ ഈ വിമാനത്താവളത്തിൽ ഇപ്പോൾ ഉണ്ട്. അവരുടെ എല്ലാം സാഹചര്യങ്ങൾ, മണിക്കൂറുകൾ ഇങ്ങനെ കാത്തിരിക്കേണ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് കൂടി അനിവാര്യമാണ്. എന്തായാലും അത്തരം സാഹചര്യങ്ങൾ പരിഹരിക്കപ്പെടുമോ എന്നുള്ളതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് അറിയേണ്ടത്. പക്ഷേ ഈ പ്രശ്നം ഇപ്പോഴും പരിഹരിക്കപ്പെടാതെ യാത്രക്കാർ മണിക്കൂറുകളോളം ഈ വിമാനത്താവളത്തിൽ ഇപ്പോൾ വിമാനം പുറപ്പെടേണ്ട സമയവും കാത്ത് ഇരിക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത്. ഛത്തീസ്ഗഡിലെ റായ്പൂരിലെ വിമാനത്താവളത്തിലാണ് പ്രശ്നമുള്ളത്. വിമാനങ്ങൾ വൈകുന്നതിനാൽ മലയാളികൾ അടക്കമുള്ള യാത്രക്കാർ വിമാനത്താവളത്തിൽ കുടുങ്ങുകയാണ് ചെയ്തത്. റൺവേയിലെ സാങ്കേതിക തകരാറാണ് വിമാനങ്ങൾ വൈകാൻ കാരണമെന്ന് അധികൃതർ പറയുന്നു. 7 മണി മുതൽ വിമാനങ്ങൾ ഒന്നും പുറപ്പെട്ടിട്ടില്ല. കൂടുതൽ യാത്രക്കാർ വിമാനത്തിൽ കയറാനും യാത്ര ചെയ്യാനും ഈ വിമാനത്താവളത്തിലേക്ക് എത്തുമ്പോൾ അവിടെ തിരക്ക് കൂടുകയാണ്. യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ള പരാതിയാണ് യാത്രക്കാർ പങ്കുവയ്ക്കുന്നത്.